മാത്രല്ല മുഖശ്രീ ഇല്ല. എന്താ നോക്കണേ? ഓ പിന്നെ ഇന്നൊരു നല്ല ദിവസമായിട്ട് കണ്ടൻ ചാതം വാസ്തവനായിട്ട് വഴക്കിടാൻ നിൽക്കാനുള്ള കുട്ടി. കുഞ്ഞിരിപ്പോ കുഞ്ഞിരിപ്പോ ആ രാമനെ കൊണ്ട് കൂട്ടിക്കൊണ്ട് വരാ. എന്താ ഈ കുട്ടി കാണിക്കുന്നത്? എന്താ രാമന് ഇപ്പോഴും ആ പഴയ സൂക്കേട് വരാറുണ്ടോ? മേടത്തൊരു ചികിത്സ ഉണ്ടെന്നാണല്ലോ കേട്ടത്. എന്ത് സുഖേട്? എന്റെ ഞങ്ങളെ സുഖേട് ചികിത്സയൊന്നുമില്ല. അവന്റെ ശുദ്ധത മറ്റുള്ളവർക്ക് നൊസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറ്റം അങ്ങനെ കാണുന്നവരുടെ അതന്നെയോ വലിയ സാത്വികരാജ ഭാവം വലിയവായാലും നാമാണെങ്കിൽ അങ്ങാടി പിള്ളേരുന്നു. താൻ എന്നോട് പറയണത് മേളിലൊരാൾ കേൾക്കു വേണ്ടി കണ്ടെച്ചാതെ അത് മറക്കണ്ട. കണ്ടെച്ചാതെ വാസ്തവൻ നിന്നോട് പറഞ്ഞ എന്താണെന്നറിയേണ്ടത്? കേട് കേട്ട് താത്രീയത്തിന്റെ വേലിയായി കിട്ടിയതുകൊണ്ട് തനിക്ക് അധികം ബന്ധപ്പെടേണ്ടി വരില്ല. കാര്യങ്ങളൊക്കെ അവിടെ നിന്നിട്ട് പഠിപ്പിച്ചോളൂ. ചില നേരത്തെ കണ്ടച്ചാതാണ് രസികനാണേ. രസികത്തരം അല്ല, ശുദ്ധ ഭക്ഷണത്തരം. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ നിൽക്കുന്നു. അസൂയ അവന്റെ വേലി മറക്കൂടില്ലാണ്ട് പുറത്തിറങ്ങിയ ആളുകൾ എന്താ പേടിക്കും. ഇന്ന താത്രിക്ക് ഇത്ര സൗന്ദര്യം ഉണ്ടായി പോയില്ലേ, അതിന്റെ വിമിഷ്ടം ഇങ്ങനെ പറഞ്ഞു നടക്കാം. അതാ ഞാൻ പറഞ്ഞ ഒരു 4 വർത്താനം കൂടി അയാളോട് പറഞ്ഞിട്ട് വരാം. പിന്നെ പറയണ്ടേ അതല്ലേ പറഞ്ഞോർക്കെ മതി. അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ ശത്രുതയല്ലോ കണ്ടജാതക്കാർക്ക് നമ്മോടുള്ളത്. ഓനും കുറെ ചോദിക്കണമെന്ന് വിചാരിക്കണു. ഒരു വേലിയിൽ 2 പുറത്ത് താമസിക്കണം. മരിച്ച പുല കുളിക്കാൻ ബന്ധമില്ലക്കാര്. നിങ്ങൾ തമ്മിൽ ശത്രുത ഉണ്ടാവാൻ എന്താ ഹേതു? അസൂയന്റെ എന്റെ താത്രിക്ക് ഇത്ര സൗന്ദര്യം പോയില്ലേ, അതിന്റെ കണ്ണു കടിക്കണം പറഞ്ഞു നടക്കുക. രാമനൊന്നും നാമടക്കുന്നുണ്ടോ? രാത്രി ഇന്ന് വന്ന് കയ്യിൽ തന്നെ ഇല്ലത്തെ ഈ ശത്രുതയ്ക്ക് കാലം കൂടെ വഴക്കമുണ്ട്. അതാ പെരുമ്പിളി ചോദിച്ചത്. അതെ. പെരുമ്പിളി, ഞങ്ങൾ അച്ഛൻ നമ്പൂതിരിയുടെ അച്ഛന്റെ കാലത്ത് നടന്നൊരു കഥയല്ല ചരിത്രം. കണ്ടൻ ചാതിൽ നിന്നൊരു പെൺകിടാവിനെ പാവന്നൂർക്ക് വേലി കഴിപ്പിച്ചുകൊണ്ട് പോയിരുന്നു. ആ അന്തർജനം അല്പം പേരുദോഷം കേൾപ്പിക്കുണ്ടായിരുന്നു. അന്ന് അതിനെക്കുറിച്ച് തമ്പുരാൻ സമക്ഷം അടുക്കള സംഖ്യ ആരംഭിച്ച് പരാതി നൽകിയത് ഇവിടുത്തെ അന്നത്തെ ഒരു അച്ഛൻ നമ്പൂതിരിയായിരുന്നു. ദാസി വിചാരവും സ്വാർത്ഥ വിചാരവും നടത്തി അന്ന് അതിനെ സ്വരൂപം ചൊല്ലി പടിയടച്ച് പിണ്ടം വെച്ചു. പിന്നീട് അന്തർജനത്തെ ഏതോ മാപ്പിളാരെ വിലക്കെടുത്ത് മംഗലാപുരത്തേക്ക് കൊണ്ടുപോയെന്നാ കേട്ടത്. സാധനത്തെ ആർക്ക് വേണമെങ്കിലും അത് കൊണ്ടുപോകാനോ? അവരെ വേലി കഴിപ്പിച്ചാലും പാവന്നൂരായതുകൊണ്ട് കണ്ടൻ ചാതക്കാർക്ക് സമുദായ പ്രശ്നം ഉണ്ടായില്ല. എന്നാലും തങ്ങളുടെ ഒരു സഹോദരിയെ നാട് കടത്താൻ കാരണക്കാരായ കുറിയേടത്തുകാരോട് അന്ന് മുതൽ തുടങ്ങി വെച്ചതാ കണ്ടൻ ചാതക്കാരുടെ ശത്രുത. അതിപ്പോ വാസുദേവന്റെ തലമുറയിൽ തുടരുന്നേ ഉള്ളൂ. അന്ന് അവരുടെ ഇല്ലാത്ത അന്തർജനം പിഴച്ചു നടന്നുള്ള ശിക്ഷ അന്ന് അവർക്ക് കിട്ടി. അതിന് ഇന്ന് ഇന്ത്യ വേലിയെ കുറിച്ച് വേണ്ടാതീനം പറയണതിന് ഏപ്പിത്തിന് നിലവിൽ എന്താ പറയണത്? അതാ ഞാൻ പറഞ്ഞ ഒരു 4 വർത്താനം കൂടി അയാളോട് പറഞ്ഞിട്ട് താൻ എന്നെ ഇരുത്താൻ നോക്കണ്ട. എനിക്കറിയാം എവിടെ ഇരിക്കണ്ട. നീ ഒന്ന് വീശി തരാൻ ഞാൻ പ്രത്യേകം പറയണ. രാമന് ശരിക്കും സുഖമില്ലെന്നാണോ നമ്പ്യാത്ത പറയണത്? എന്തൊക്കെ അറിയേണ്ടത്? രായമംഗലത്തെ ഉപനയനത്തിന് പോകേണ്ട അത്യാവശ്യമുണ്ടെന്നല്ലേ പറഞ്ഞത്? പുറപ്പെടില്ലേ? പെട്ടെന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചതേ. ഇനി പേതായാലും അവിയലിനെ കുറിച്ചുള്ള സംശയം ഒന്നുകൂടെ കഴിച്ചങ്ങോട്ട് ഉറപ്പ് വരുത്തി കളയാം. എന്താ അവിയൽ മാത്രമാക്കണ്ട, എല്ലാ സംശയവും തിന്ന് നേരിട്ട് വന്നാ മതി. കഷ്ടം. വാക്കും വയറും കയ്യും കാമവും അളക്കി നിർത്താത്തവൻ ബ്രാഹ്മണനെന്നാ മനു പറഞ്ഞിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ 4 അളക്കില്ല. ആ കണ്ടൻ ജാതയ്ക്കും അയാളുടെ നാക്കില ഒട്ടും അടക്കില്ലാത്ത നിങ്ങൾ നടക്കില്ലാവാ. അതല്ലേട്ടാ, എന്റെ താത്തയെ കുറിച്ച് അയാൾ അങ്ങനെ പറയാൻ പാടുണ്ടോ? അതിന്റെ മുഖത്ത് നോക്കിയാൽ അറിയില്ലേ അതൊരു പാവാന്ന്. ചിലപ്പോ താത്രി കുഞ്ഞാത്തന്റെ മുഖത്തായിരിക്കില്ല നോക്കിട്ടുണ്ടാവുക. അതാ താത്തയെ കുറിച്ച് അതല്ലേട്ടാ, ഇയാളും ഇപ്പോ രാമ തൊട്ടതിനെ പിടിച്ചതിന്റെ മക്കളെ വെക്കട്ടേറ്റം തനിക്ക് നന്നല്ല. കുഞ്ഞിരിപ്പോ ഒരു കാര്യസ്ഥന് നിലനിർത്തുന്ന സംസാരം തനിക്ക് നന്നല്ല. എന്തായാലും രാമനൊരു കാര്യം ചെയ്യും. ഇപ്പൊ തന്നെ മേത്തൂര് പുറപ്പെട്ട് വൈദ്യരെ കണ്ട് ആ മരുന്ന് വാങ്ങി ഉടനെ ഞങ്ങൾ സേവിക്കണം. അതിന്
നിക്കിപ്പൊ അങ്ങനെ ഒരു സൂക്കേടിന്റെ അസ്കിതി ഇല്ലേട്ടാ. മാത്രല്ല രാത്രി ഇന്ന് വന്ന് കയറിയല്ലേ ഉള്ളൂ നമ്മുടെ എല്ലാത്ത്. പോയി തിരിച്ചെത്തുമ്പോഴേക്കും രാവ് ഏറെ കഴിയും. അതുവരെ അതിവിടെ തനിച്ച്. അതെന്താ ഇന്ന് മുതൽ കുറിയണം താത്തയുടെ കൂടെ ഇല്ലമ്മ. പിന്നെന്തിനാ പേടി? മാത്രമല്ല രാമൻ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കല്ലേ. അതിനു മുമ്പ് ഈ മനസ്സിൽ വിമിഷ്ടിച്ച് അങ്ങോട്ട് മാറട്ടെ രാമ. കുഞ്ഞിനിപ്പോ നീ രാമനെ കൂട്ടു പോണം. കൂട്ടൊക്കെ പോവാം, പക്ഷേ വഴിയിൽ വെച്ച് അടിയിൽ ഉപദ്രവിക്കരുത്. ഒരു പേടി പറഞ്ഞു പോയതാ തമ്പുരാനെ. താനെന്നെ എങ്ങനെ പേടിക്കല്ലടോ. അത് കാണുമ്പോ കാണുന്നവർക്ക് തോന്നും നിക്ക് എന്തോ കുഴപ്പമുണ്ട്. അല്ല ചിലപ്പോഴങ്ങനെ ഒരു ശങ്ക നിക്കും തോന്നാറുണ്ട്. ശരിക്കും നിക്ക് മതിഭ്രമുണ്ടോ ഏട്ടാ? എന്റെ കുട്ടിക്ക് ഒന്നില്ല, ഒക്കെ ഒരു തോന്നല കുട്ടി. ഞാനിതാ വന്നു. അതല്ലേട്ടാ, അതിനെന്താ പറയാനുള്ളതെന്ന് അറിയില്ലാലോ. രാമ ഇഷ്ടക്കൂടുതലാവാം, ആവേശമാവാം, പക്ഷേ വിധേയത്വം അതൊരു പുരുഷനെ ചേർന്നല്ല. എനിക്ക് മനസ്സിലാവണില്ല. വേണി വിളിക്കുന്നവർക്ക് ഓടിച്ചെന്ന സമ്പ്രദായം നല്ല നമ്പൂരാർക്കിടയിൽ ഇല്ലാതെ. അകത്തുള്ളവർക്ക് പറയാൻ എന്താന്ന് വെച്ചാലും അത് വാതിലിന് അപ്പുറത്തുനിന്ന് പറയട്ടെ. അതല്ലേ അതിന്റെ ഒരു രീതി. ഞാനത് മറന്നു. ഇപ്പൊ സകല നിലയും പോയേനെ. രാത്രിക്ക് എന്താ പറയാനുള്ളതാ? വിരണ്ടു പോയിട്ടുണ്ടോ? ഇത്ര നേരം ഇരുന്ന് സംസാരിക്കാൻ ഇടയുണ്ടാവോ? എന്താ പറയണ്ടേ? ആവാന്ന് പറഞ്ഞാലോ? പോടുന്നോ? ശരിയാ, ഇത്തിരി ഗൗരവം പിടിക്കുന്നത് നല്ലതാ. ഇപ്പൊ നേരം ഉണ്ടാവില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് മേളത്തൂർ പോയി വൈദ്യരെ കണ്ട് വൈദ്യർക്ക് ചില മരുന്ന് കുറിച്ച് കൊടുക്കാനുണ്ട്. അങ്ങനെ വേള വിളിക്കുന്ന നേരത്തേക്ക് ഓടി വരണ കൂട്ടത്തിലല്ല കുറേടുത്ത് രാമൻ നമ്പൂരി ഞങ്ങൾ തിരിച്ചോളൂ. പാവത്തിന് വലിയ വിഷമായിട്ടുണ്ടോ? വിഷമിച്ച് കരയായിരിക്കും. അതൊക്കെ നമുക്ക് പോയിട്ട് വന്നിട്ട് ആശ്വസിപ്പിക്കാം. ഇപ്പൊ തന്നെ നടക്കാം. ഏട്ടാ പോയിട്ട് വരും കുട്ടി, എല്ലാം നല്ലതാണെന്ന് കരുതാ. കുഞ്ഞിനിപ്പോ കുട്ടിയെ നോക്കിക്കോളൂ കേട്ടോ. വരാൻ ഇത്തിരി വൈകും. ഉറക്കം വരണോ വെച്ചാ വിളക്കടച്ച് കിടന്നോളൂ. ഞാൻ വന്നിട്ട് വെളിച്ചെണ്ണത്തെ